കോഴിക്കോടേക്ക് പോകുന്നു. KGM-CTAയുടെ സമരം ആശുപത്രികളിൽ പുരോഗമിക്കുകയാണ്. വിവിധ സർക്കാർ ആശുപത്രികളിൽ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ തന്നെ പ്രധാനമായും മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ്. ഈ സമരം ഇപ്പോഴും ശക്തമായി തന്നെ തുടരാനാണോ ഡോക്ടേഴ്സിന്റെ തീരുമാനം? എങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ? പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഈ OP ബഹിഷ്കരണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 8 ദിവസം പിന്നിടുകയാണ്. സീനിയർ ഡോക്ടർമാർ പൂർണ്ണമായി OP ബഹിഷ്കരിക്കുന്നു. പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ മാത്രമേ നടത്തുന്നുള്ളൂ. അപ്രധാനമായിട്ടുള്ള ശസ്ത്രക്രിയകളിൽ നിന്ന് പോലും അവർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഒരാഴ്ച പിന്നിടുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയധികം ദുസ്സഹമായിക്കൊണ്ട് ഇത് മാറ്റുന്നുണ്ട്. കാരണം പ്രധാനമായും നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവിടെ PG ഡോക്ടർമാർ മാത്രമാണ്, അവരുടെ സേവനം മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമരം അറിയാതെ ആദ്യ ദിവസങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പിന്നീട് ആളുകൾക്ക് ഇത് മനസ്സിലാവുകയും പിന്നീട് ഇപ്പോൾ ആളുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ OPകളിലേക്ക് എത്തിച്ചേരുന്ന രോഗികളാണ് ഇതോടുകൂടി പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവർക്കൊരു വിദഗ്ധ ചികിത്സ ലഭിക്കാതെ വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും ഇതോടൊപ്പം തന്നെ അവതാളത്തിലായിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസവും ഇതിനോടൊപ്പം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും ഉടൻ നൽകുക, ഡോക്ടർ ക്ഷാമം പരിഹരിക്കാൻ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം പുരോഗമിക്കുന്നത്. എന്തായാലും 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർമാരുടെ സമരം വലിയ രീതിയിൽ സാധാരണക്കാരെ ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവിത, ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.